താളം മുഴങ്ങുന്നു നവതിരുനട തേടി വരുന്നു ഞാൻ. ശ്രീ കൊച്ചു ഭഗവതി അനുഗ്രഹിക്കൂ എന്റെ നീർമിഴി മുത്തുകൾ നീ തുടയ്ക്കൂ. ഇടനെഞ്ചിൻ കദനത്തിൻ തുടി താളം മുഴങ്ങുന്നു നവതിരുനട തേടി വരുന്നു ഞാൻ. ശ്രീ കൊച്ചു ഭഗവതി അനുഗ്രഹിക്കൂ എന്റെ നീർമിഴി മുത്തുകൾ നീ തുടയ്ക്കൂ. മിഴിനീരു കൊണ്ടൊരു മധുനിവേദ്യം നൽകാം. ഹൃദയം മുരശിയായി മുഴക്കി നിൽക്കാം. മിഴിനീരു കൊണ്ടൊരു മധുനിവേദ്യം നൽകാം. ഹൃദയം മുരശിയായി മുഴക്കി നിൽക്കാം. കദന പൂക്കളാൽ പൂപ്പട തീർത്തിടാം. സുഹൃതം വിളക്കായി എഴുന്നള്ളിക്കാം. കദന പൂക്കളാൽ പൂപ്പട തീർത്തിടാം. സുഹൃതം വിളക്കായി എഴുന്നള്ളിക്കാം. ഇടനെഞ്ചിൻ കദനത്തിൻ തുടി താളം മുഴങ്ങുമ്പോൾ നവതിരുനട തേടി വരുന്നു ഞാൻ. ശ്രീ കൊച്ചു ഭഗവതി അനുഗ്രഹിക്കൂ എന്റെ നീർമിഴി മുത്തുകൾ നീ തുടയ്ക്കൂ. തനിമരത്തിൻ മുന്നിൽ തൊഴുതു നിൽക്കേ എന്റെ മനമതിൽ പൗർണമി നിറയുന്നു. തനിമരത്തിൻ മുന്നിൽ തൊഴുതു നിൽക്കേ എന്റെ മനമതിൽ പൗർണമി നിറയുന്നു. ആകാശമൂർത്തി നീ അനുഗ്രഹ സ്പർശത്താൽ സാന്ത്വനമേകി നിറയുന്നു. ആകാശമൂർത്തി നീ അനുഗ്രഹ സ്പർശത്താൽ സാന്ത്വനമേകി നീ നിറയുന്നു. ഇടനെഞ്ചിൻ കദനത്തിൽ തുടി താളം മുഴങ്ങുന്നു നവതിരുനട തേടി വരുന്നു ഞാൻ. ഭഗവതി അനുഗ്രഹിക്കൂ എന്റെ നീർമിഴി മുത്തുകൾ നീ തുടയ്ക്കൂ. ഇടനെഞ്ചിൻ കദനത്തിൽ തുടി താളം മുഴങ്ങുമ്പോൾ നവതിരുനട തേടി വരുന്നു ഞാൻ. ഇത് ശരിക്കും ഞാൻ വേറൊരു ടൂണിട്ടതാണ്. പക്ഷെ എനിക്കൊന്നും രാവിലെ ആയപ്പോഴത്തേക്ക് എനിക്കത് നിർത്തി തോന്നിയില്ല. അങ്ങനെ ദേവിയായിട്ട് എനിക്ക് പറഞ്ഞു തന്നെ തോന്നുന്നതാണ് എൻ്റെ വിശ്വാസം. അതാണ് ഞാനിവിടെ പാടിയത്. വാസ്തവത്തിൽ ദേവിയുടെ മുമ്പ് ഇങ്ങനെ ഒരു സന്ദർഭം, ഇതൊരു നിമിഷം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ആദ്യമാണ്. ഡോക്ടർ KG യേശുദാസ് ഇവിടെ വന്നിട്ട് പോയ വ്യക്തിയാണ്. ഇവിടെ വന്നിട്ട് പോയിട്ട് നമുക്ക് ഇത്രയും ഒരു ഫീല്, ഒരു ഭക്തിനിർഭരമായ ഫീല് വാസ്തവത്തിൽ നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ തുറന്നത് പറയുകയാണ്. പാടിയ പാട്ടിന്റെ അർത്ഥം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. CP സുരേഷാണ് ഇത് വരികൾ കുറിച്ചത്. ഇതിന്റെ കാരണക്കാരൻ നമ്മുടെ ബിജുവാണ്. അതൊരിക്കലും സംശയമില്ലാത്ത ക്ഷത്രിയ വരികൾ വളരെ ഭംഗിയായി ചിട്ടപ്പെടുത്തി നമ്മുടെ അമ്പലത്തിന് വേണ്ടി താങ്കൾ കാണിച്ച നല്ല ശബ്ദമാണ്. അപ്പൊ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇതൊന്നും ഞങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് ശരിയാക്കി നമുക്ക് തരണം. എന്താ എന്ത് വേണമെന്ന്
ഒരുപാട് പാട്ട് പാടുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ കിട്ടിയ ഒരു ശബ്ദം ഭയങ്കരമായ ഞങ്ങൾ എല്ലാവരും എല്ലാവരുടെയും പേരിൽ അതുപോലെ പഠിക്കുന്നത് വ്യത്യസ്തമായ ഒരു സംഭവമാണ്. അത് വന്നവർക്കും തൊഴിലവർക്കും പ്രസാദം പാലിയവർക്കും എല്ലാവരും അനുഭവസ്ഥരാണ്. മറ്റുള്ള ആളുകൾ വ്യത്യസ്തമാണ് നമ്മുടെ ഈ ക്ഷേത്രം. വരുന്നവർ വീണ്ടും വരുന്നു. കാരണം ഇവിടുത്തെ ഒരു ശക്തി മഹാശക്തിയാണ്. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തത് അപ്പുറമാണ് ചെയ്യുന്നതാണ് ഒരു ചെറിയപ്പോൾ എനിക്ക് പറയാനുള്ളത്. രണ്ടുപേരുടെ സാന്നിധ്യം മാസത്തിനിങ്ങനെ മന്ത്രിമാരുടെ ഭയങ്കര വേദിയാണ്. പക്ഷേ അകത്തെത്തുന്ന കിട്ടിയപ്പോൾ എന്തെന്നില്ലാത്ത ഒരു ഭക്തന്മാരുടെ അന്തരീക്ഷം ഉണ്ടായിരുന്നപ്പോൾ ഈ 5 ദിവസം ഞങ്ങൾ നടത്തിയ പരിപാടി ഏറ്റവും സൂപ്പർ പരിപാടിയാണ്. സൂപ്പർ പ്രോഗ്രാമാണ്. ഒരിക്കലും നിങ്ങൾ മറക്കണം. പ്രസിഡന്റ് എത്രയോ ക്ഷേത്രങ്ങളുടെ അനുഭവങ്ങളാണ്. അദ്ദേഹം ശബരിമലയിലേക്ക് പോകേണ്ട കൊച്ചു ക്ഷേത്രത്തിൽ ആത്മാർത്ഥത ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ഒരു ഗായകനെ വന്നു തീർച്ചയായിട്ടും പാടുക